ഇൻവെസ്റ്റേഴ്സ് ഫണ്ട് ചെയ്യുന്നതിന് മുമ്പ് ഫൗണ്ടേഴ്സിൻ്റെ അടുത്ത് എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ഉണ്ട്, വാട്ട് ഈസ് യുവർ അൺഫെയർ അഡ്വാൻറ്റേജ്? ഇതിന് പലപ്പോഴും ആൻസർ ആയിട്ട് കൊടുക്കാറ്, സർ ഞങ്ങളുടെ ടീമാണ്, ഞങ്ങളുടെ ടെക്കാണ്, ഞങ്ങൾ ഭയങ്കര പാഷനേറ്റ് ആണ് സർ എന്നൊക്കെയാണ്. റോങ് ആൻസർ. എല്ലാ ഫൗണ്ടേഴ്സും പറയുന്നത് ഇതേ ആൻസർ തന്നെയാണ്. അൺഫെയർ അഡ്വാൻറ്റേജിൻ്റെ കോൺസെപ്റ്റ് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇൻഡീഡും അതുപോലെ ലിങ്ക്ഡിനും കൺസിഡർ ചെയ്യാം. രണ്ടുപേരും സോൾവ് ചെയ്യുന്നത് സെയിം പ്രോബ്ലമാണ്, ജോബ് ഹണ്ടിങ്. അതേപോലെ രണ്ടുപേരും ഒരേ കാറ്റഗറിയാണ്, ഒരേ യൂസേഴ്സ് തന്നെയാണ് ഈ രണ്ട് ആപ്പുകൾക്കുള്ളത്, ശരിയല്ലേ? ഇതിൻ്റെ അകത്ത് ജോബ് ഹണ്ടിങ് എന്ന് പറയുന്ന ഒരു പ്രശ്നം ഇൻഡീഡ് സോൾവ് ചെയ്യുന്നുണ്ട്, റൈറ്റ്? പക്ഷേ ലിങ്ക്ഡിൻ്റെ അണ്ടർസ്റ്റാൻഡിങ് കുറച്ചും കൂടി ഡീപ്പർ ആയിരുന്നു. ലിങ്ക്ഡിൻ മനസ്സിലാക്കിയത് ആളുകൾക്ക് ഒരു ജോബ് കിട്ടിയതുകൊണ്ട് മാത്രം തീർന്നില്ല അവരുടെ പ്രശ്നം. അവരുടെ കരിയർ ഗ്രോത്തിന് വേണ്ടിയിട്ട് റൈറ്റ് ആളുകളുടെ മുമ്പിലേക്ക് അവരുടെ ഈ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ എത്തണം. അതിന് വേണ്ടിയിട്ട് ലിങ്ക്ഡിൻ ആളുകളുടെ ഒരു പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി ആയിട്ട് മാറുകയാണ് ചെയ്തത്. മനസ്സിലായോ? അതുകൊണ്ട് തന്നെയാണ് ജോബ് കിട്ടിക്കഴിഞ്ഞാലും ആളുകൾ ലിങ്ക്ഡിൻ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാത്തത്. ഒരു പ്രൊമോഷൻ കിട്ടുന്ന സമയത്ത് ലിങ്ക്ഡിനിൽ കൃത്യമായിട്ട് കയറി അപ്ഡേറ്റ് ചെയ്യുന്നത്. സോ അതായിരുന്നു ലിങ്ക്ഡിൻ്റെ ഈ പറയുന്ന അൺഫെയർ അഡ്വാൻറ്റേജ്. അവർ ആളുകളുടെ ഒരു പ്രൊഫഷണൽ ഐഡൻറ്റിറ്റി ആയിട്ട് മാറി. ഓക്കെ, നിങ്ങൾ സ്റ്റാർട്ടപ്പ് ബിൽഡ് ചെയ്യുന്ന സമയത്തും സെയിം ക്വസ്റ്റ്യൻ നിങ്ങളും ചോദിക്കണം. നിങ്ങളുടെ കോമ്പറ്റീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കസ്റ്റമറിനെ പറ്റി എന്താണ് കൂടുതലായിട്ട് അറിയുന്നത്? അതാണ് നിങ്ങളുടെ അൺഫെയർ അഡ്വാൻറ്റേജ്.